ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ അച്ചച്ചന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാ അല്ലുട്ടൻ അച്ചച്ചനെ വിഷ് ചെയ്യാണ്. അതുപോലെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അല്ലുട്ടൻ സ്കൂളിലേക്ക് പോണത്. പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പോണോ അമ്മയെന്ന് 2-3 വട്ടം ചെക്കൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ മെല്ലെ പറഞ്ഞു വിട്ട്. കാരണം അവൻ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുമല്ലോ. ഒട്ടും മനസ്സിലായിട്ടില്ല, എന്നാലും നിവൃത്തിയില്ലല്ലോ എന്നുള്ള മട്ടിലാണ് അല്ലുട്ടൻ സ്കൂളിൽ പോയത്. എന്തായാലും അച്ചച്ചൻ്റെ ബർത്ത്ഡേ നമ്മൾ വീട്ടിൽ ചെറിയ രീതിക്കൊന്ന് ആഘോഷിക്കുന്നുണ്ട്. അച്ചച്ചൻ്റെ മക്കളെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അച്ചച്ചന് 3 മക്കളാണ് കേട്ടോ. 4 പേരുണ്ടായിരുന്നു. ഒരാൾ ചെറുപ്പത്തിലേ മരണപ്പെട്ടു കേട്ടോ. ആകെ ഒരു മോനിപ്പുള്ളത് അച്ഛനാണ്. പിന്നെ ചെറിയമ്മയും വല്യമ്മയും ഉണ്ട്. മരിച്ചുപോയ ആൾ അച്ഛൻ്റെ ഇളയ അനിയനായിരുന്നു കേട്ടോ. പക്ഷെ പേര് വെറൈറ്റിയാണ് ഗൈസ്. രണദിവേ എന്നാണ് ആ ചെറിയച്ഛൻ്റെ പേരുണ്ടായിരുന്നത്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ മരിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ അച്ചച്ചൻ്റെ ബർത്ത്ഡേക്കുള്ള സദ്യേൻ്റെ ഒരുക്കങ്ങളിലാണ്. അല്ലുട്ടനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വന്ന് അമ്മേനെ ഇളയമ്മേനെയൊക്കെ കുറച്ച് സഹായിച്ചു. ഈ സമയം ആകുമ്പോഴത്തേക്കും അമ്മയുടെ സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയൂ എങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ട് വരാം ഗൈസ്. കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് ഹേസുവിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഓരോ റൂമ് കയറി വെക്കുമ്പോഴാണ് ഹേസു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളെ കുറച്ച് നേരം കളിപ്പിച്ച് ചിരിക്കടി ചെറുക്കടി സ്വത്തുമണി ചെറുക്കി വാ പോവാമ്പക്ക്. ചേച്ചി മോളെ തുമ്പി ചേച്ചി ഉണ്ടോ സുന്ദരിയായത് കുളിച്ചിട്ട്? കല്യാണി ചോദിച്ചാലും കാര്യമുണ്ട്. കാരണം രാവിലെ എണീറ്റ് കുളിക്കുന്ന ശീലമൊന്നും നമുക്കില്ല. ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുങ്ങി എപ്പോഴാണോ എനിക്ക് കുളിക്കാൻ തോന്നുന്നത് അപ്പം ഞാൻ കുളിക്കും. ചില സമയം അത് ഉച്ചയ്ക്കായിരിക്കും, ചില സമയം വൈകുന്നേരം ആയിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇന്ന് അച്ചച്ചനെ പറഞ്ഞാളല്ലേ, അച്ചച്ചൻ കുളിച്ചില്ലും മട്ടില്ല, ഞാൻ കുളിക്കുന്നുള്ള മട്ടില്ല. ഞാനും തുമ്പമ്മയൊക്കെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഹേസുമ്മ ഉച്ചയൊക്കെ ആകുമ്പോട്ടോ കുളിക്കുക. അപ്പം ഇന്നിപ്പോൾ വല്യമ്മയും ചെറിയമ്മയൊക്കെ വരുമല്ലോ. അപ്പോഴത്തേക്കും താഴെയും കുറച്ച് പണികളുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് നീങ്ങുകയാണ് ഗൈസ്. ഹേസ് ഉണ്ടല്ലോ കാര്യമായിട്ട് ക്യാമറ നോക്കൂട്ടോ. എവിടെയാണോ ക്യാമറ ഓണുള്ള വെച്ചാൽ അങ്ങോട്ടേക്ക് എന്നെ എൻ്റെ കുട്ടി നോക്കും. പിന്നെ TV ഇതിലേക്കൊക്കെ ഭയങ്കര ഒരു വാസന എപ്പോഴേ ഉണ്ട്. അങ്ങനെ അടുക്കളയിലെത്തി ബ്ലാ 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 അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞത് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാതെ ആ പാലെടുത്തുകൊണ്ട് ഷെരീഫ് ഖാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ ഞാനും തുമ്പമ്മയും കൂടെ ഇറങ്ങിയതാണ് ഷെരീഫ് ഖാൻ്റെ വീട്ടിൽ പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹേഷു ഞങ്ങൾ ടാറ്റ പറയാൻ കേട്ടോ. ഓളെ എടുത്ത് തുമ്പീനെയും കൊണ്ട് പോകാനുള്ള ആംബിയറിക്കില്ല. കാരണം കുറേ വണ്ടി വരുന്ന റോഡാണ്. അപ്പോൾ ഇവളെയും കൊണ്ട് പോകുന്നത് തന്നെ പേടിയാണ് കേട്ടോ. എനിക്ക് കൈവിട്ട് ഓടുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. എന്നാൽ മുറുക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതാ പാലൊക്കെ കൊടുത്ത് അവിടെ നിന്നും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. എനിക്കാണെങ്കിൽ രാവിലെ നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. സംഭവം രാത്രി ഞാൻ ഫുഡ് കുറച്ചുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഫുഡ് കുറച്ചുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് നന്നായി വിശക്കും. അപ്പോൾ രാവിലെ വേഗം ചായ കുടിച്ചില്ലേ പരിപാടി ശരിയാവില്ല ഗൈസ്. പക്ഷേ ചായ ഒന്നും ആക്കിയില്ല. സദ്യേൻ്റെ കാര്യങ്ങളൊക്കെയാണ് താഴെ സെറ്റായിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ചച്ചൻ ഇതാ പിറന്നാളായാലും എന്തായാലും അച്ചച്ചൻ്റെ പത്രം വായനയ്ക്ക് യാതൊരു മാറ്റമില്ല. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇതാ ഹേഷുവിനെ ഇവിടെ തുണിയൊക്കെ വിരിച്ച് ഇവിടെ കിടത്തിൻ്റെ ഒക്കെ കിടക്കുന്ന കേട്ടോ ഇഷ്ടം. അല്ലും തുമ്പിയൊക്കെ നമ്മളെ കാണുമ്പോൾ മെല്ലെ ഊരൊക്കെ പൊക്കി ഒന്ന് എടുക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ഹേസുവിന് ഇങ്ങനെ കിടന്ന് കളിക്കാനാണ് ഇഷ്ടം. അച്ഛന് കൈക്ക് വയ്യാലും അച്ഛൻ കുറേ നേരം നോക്കും കേട്ടോ. ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ തിരിച്ച് ഒക്കെ ആണെങ്കിലും ആണുങ്ങളോടാണ് ഭയങ്കര ഇഷ്ടം. അച്ഛൻ, കട്ട, അല്ലൂസ് ഇവരോടൊക്കെ വല്ലാത്തൊരു പ്രിയമാണ്. പക്ഷെ നമ്മളോട് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ എന്നെ കാണുമ്പോഴത്തേക്കും കുട്ടീശ്വര സാധനം വന്നോ എന്നുള്ള അവസ്ഥയിലേക്ക് ഇട്ടോ നോക്കുന്നുണ്ടാവുക. ഞാൻ അതിനെങ്ങനെ വെറുപ്പിക്കും. എനിക്കിങ്ങനെ ഇതിൻ്റെ മണം വലിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഓക്ക് ഉമ്മക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ഉമ്മ വെക്കും. പിന്നെ ഞാൻ അവളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും അവൾ വല്യമ്മേൻ്റെ കുട്ടിയാണ് ഗൈസ്. സോഫ ഉണ്ടല്ലോ, ഈ ഒരു കവർ ഇട്ടതിന് ശേഷം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, സോഫയിൽ നിന്ന് ഫുഡ് കഴിക്കരുതെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ അധികം ആരും സോഫയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വൃത്തിക്കുണ്ട്. എന്നാലും ഡ്രസ്സ് കൊണ്ടുപോയിടുക, എന്തെങ്കിലും കവർ കൊണ്ടുപോയിടുക, കൊറിയർ വന്നത് കൊണ്ടുപോയി വെക്കുക. ഈ ഒരു ശീലം നല്ലോണം കേട്ടോ. ഇതെല്ലാ ദിവസം ഇങ്ങനെ മാറ്റിയാലും ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അറിഞ്ഞോളും. എന്നാലും ഞാൻ അത് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഇന്ന് വല്യമ്മയും ചെറിയമ്മയൊക്കെ വരുന്നതല്ലേ എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യും. ഇപ്പോൾ സോഫയിൽ കവർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുന്നേ സോഫേൻ്റെ അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ചൂല് നിലത്ത് ഇടേണ്ട താമസം തുമ്പമ്മ അത് എടുത്തിട്ട് കാര്യമായിട്ട് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് ഇപ്പോൾ പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് കഴിയുമ്പോൾ എന്താവും അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. ആ ചൂല് തിരിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ട്. അതിന് പിണങ്ങി പോവലൊക്കെയാണ് കേട്ടോ മൂപ്പത്തിൻ്റെ മെയിൻ പരിപാടി. കല്യാണി അടുക്കളയിൽ എന്തോ ചെറിയ പണിയിൽ കയറിയിട്ടുണ്ട്. കട്ട ചെറുതിനെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ തക്കത്തിനാണ് ഇവിടെ വേഗം അടിച്ചേരി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹേസുവിനോടെ കിടത്താലോ. അങ്ങനെ അപ്പോൾ അല്ലൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഒച്ചപ്പാട് കുറവുണ്ട് കേട്ടോ. അങ്ങനെ കട്ടയും ചെറുതും വന്നപ്പോൾ ഹലോ ചേച്ചി വളരെ നല്ല ചേച്ചിയാണ്, എന്തൊരു നല്ല ചേച്ചിയാണെന്ന് അറിയോ എന്നല്ല പൊട്ടൻ അവിടുന്ന് പറയണത്. ഇവള് വെറുതെ കാണിക്കാൻ ഗൈസ് എന്നൊക്കെയാണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വോയിസ് കൊടുക്കാൻ പൊട്ടൻ അറിയില്ലല്ലോ. എൻ്റെ വോയിസ് കിട്ടുന്ന വെച്ചാൽ എന്തൊക്കെയോ അവിടുന്ന് പറയുന്നുണ്ട്. നെവർ മൈൻഡ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മുടെ വല്യമ്മ എത്തിയിരിക്കുകയാണ്. ഇതാണ് സുജാത വല്യമ്മ, അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ. കല്യാണി ഉപ്പേരിക്കുള്ളത് അരിയാണ്. ഈ വീട്ടിൽ പോയതൊക്കെ ഞാൻ വീഡിയോ കൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച്, മോളെ കാണാൻ പറ്റൂലല്ലോ എന്നൊക്കെ വിചാരിച്ച് വന്നതേനു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നോക്കുക. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മളെ ചാനൽ വല്യമ്മ സ്ഥിരമായി കാണുന്നുണ്ട്. അങ്ങനെ അച്ഛനും അവിടെ വന്ന് നോക്കുകയാണ്. ഇവരൊക്കെ കൂടെ വർത്താൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേഗം ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ.
ദൃശ്യയെ വേഗം വന്നോ, വല്യമ്മ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം അച്ഛന് പിറന്നാൾ സമ്മാനം കൊടുക്കുകയാണ് വല്യമ്മയ്ക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ വല്യമ്മയ്ക്ക് ശീലായി ഗൈസ്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന് പറയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുമ്പിക്ക് ഈ സംഭവമൊക്കെ കാണുകയും വേണം, എന്നാൽ ഇറങ്ങി അങ്ങോട്ട് പോയി കാണാനുള്ളൊരു മടി കാരണം ഇവിടെ നിന്ന് ഏന്തിയൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഈ പച്ചക്കറികളൊക്കെ കൂടെ ഇട്ടുള്ള സാധനത്തിൻ്റെ പേര് അവിയൽ സാമ്പാർ ഒക്കെ റെഡിയാണ്. ഉപ്പുമാവുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പുമാവ് കഴിക്കാം. അമ്മ കൂട്ടുകറി അടുപ്പത്താണുള്ളത്, അമ്മ ഇളയമയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കൂട്ടുകറി ഒരു രക്ഷയില്ല മക്കൾ, എന്തോരോ ടേസ്റ്റ് അറിയോ. ഞാൻ ഇവിടുത്തെ കൂട്ടുകറിൻ്റെ ഭയങ്കര ഫാനാണ്. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഓണോ വിഷു എന്തുണ്ടെങ്കിലും ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് കൂട്ടുകറിയും കൊണ്ടാണ് ഞാൻ പോകല് കേട്ടോ. ഇങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും അച്ഛനെ അറിയാണ്ട് ഓർത്തു പോവും. അച്ഛൻ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തായാലും എത്തിയിട്ടുണ്ടാവും. എന്തുണ്ടെങ്കിലും ഇവിടെ വേഗം ഒന്ന് മുമ്പ് വിളിക്കണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമുള്ളൊരു മനുഷ്യനൊന്നുമല്ല കേട്ടോ. അറിഞ്ഞാൽ അച്ഛൻ എന്തായാലും വന്നിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അച്ഛനെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യും. ചില സമയത്ത് ഇവിടെ എന്തൊരു പരിപാടി ഉണ്ടായാലും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വരുമല്ലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഞാനിവിടെ ആസ്ഥാന എൻ്റെ പണി പാത്രം കഴുകൽ എനിക്കിഷ്ടമല്ല, പക്ഷേ ഞാൻ ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ള പണി ഉണ്ടാവില്ലേ, അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പാത്രം കഴുകലാണ് പറയുക. തീരെ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ കഴുകാതിരിക്കാൻ പറ്റുമോ, അതൊന്നും ഞാൻ കഴുകുന്നു ഗൈസ്. അങ്ങനെ പിന്നെ അച്ഛൻ ഇപ്പോൾ സദ്യ ഉണ്ടായിക്കോട്ടെ, ഇനി എന്തും ഉണ്ടായിക്കോട്ടെ, അച്ഛന് മീൻ മസ്റ്റാണ് കേട്ടോ. മീൻ കറിയോ പൊരിച്ചത് അങ്ങനെ അധികം കഴിക്കില്ലെങ്കിലും കറി ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് അയിലുണ്ട്. അപ്പോൾ ഞാനും കല്യാണിയും കൂടെ കൈ വെച്ചാലേ ഇതിപ്പോൾ തീരുള്ളൂ, അത്രയും ഉണ്ട് കേട്ടോ. സംഭവം ഇവിടെ ക്യാമറ ഉള്ള എൻ്റെ കുട്ടി കണ്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സർവ്വസാധാരണമായിട്ട് ഇവിടെ വന്ന് നിൽക്കൂല. കുറച്ച് കഴിയുമ്പോഴേക്കും മുപ്പത്തി കാണണ്ടാവും ഇതൊക്കെ. എന്നോട് കുറേ ആൾക്കാർ പറയലുണ്ട്, ചേച്ചി ഡബിൾ ചിന്ന് മാറ്റിയ സെറ്റാണെന്നൊക്കെ. പക്ഷേ ഈ പണ്ടാരം പിടിച്ച ഡബിൾ ചിൻ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, പാരമ്പര്യത്തിൽ നിന്ന് വേണ്ടാത്തത് എന്ത് കിട്ടുമോ അതാണ് എനിക്ക് കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ സത്യമാണ്. ഈ കുടുങ്ങിയ കഴുത്ത് എനിക്ക് കണ്ടിൻ്റെ നേർക്ക് കണ്ടുകൂടാ, കുറച്ച് നീളമുള്ള കഴുത്താണ് എനിക്കിഷ്ടം. എൻ്റെ അച്ഛൻ്റെ കഴുത്തും ഇങ്ങോട്ട് തന്ന്. പിന്നെ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ ഓരോ ഫാമിലിയിൽ കുറേ പേർക്കുണ്ട് ഡബിൾ ചിന്ന്. ആ സാധനവും എനിക്ക് കിട്ടി മക്കളെ. അവസ്ഥ. ഇനിയും ചായ കുടിച്ചിട്ടില്ലെങ്കിൽ മിക്കവാറും അടുത്ത സ്ട്രക്ചറിൽ എന്നെ കൊണ്ടുപോകേണ്ടി വരും. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, കൈവറ കാലുവറയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി വിറയ്ക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ വേഗം ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിരുമ്പോൾ മീൻ നന്നാക്കുക എന്നുള്ളതാണ്. ഉച്ചത്തേക്ക് അത്യാവശ്യം കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവാണ് ഞാൻ എടുത്തത്. ഉപ്പുമാവും പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് എടുത്ത് ഞാൻ പഴവും കൂട്ടി കഴിക്കേണ്ടല്ലോ വെച്ച് നിൽക്കുമ്പോഴാണ് വല്യമ്മ സാമ്പാറും എടുത്ത് വന്നത്. അപ്പോൾ ഓർമ്മ അത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയായിരുന്നു, വയനാട്ടിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ അതിന് മുമ്പേ ഈ ഉപ്പുമാവിന് പഴം പപ്പടം അല്ലാതെ കറികളൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയപ്പം സാമ്പാറും പിന്നെ ഉപ്പുമാവും കഴിച്ചിട്ടുണ്ട്, ചിക്കൻ കറി ഉപ്പുമാവും കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുതിയത് ട്രൈ ചെയ്തത് വൈശാട്ടിനും കട്ടയ്ക്കൊക്കെ ഉപ്പുമാവ് ഉണ്ടെങ്കിൽ ഉള്ളി വാട്ടിയത് വേണം. ഇത് ഭയങ്കര കോമ്പിനേഷനാണ് എന്ന് അവർ പറയുന്നു, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കത്തിക്കടിച്ച് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പയ്യെ പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് ഫോൺ ഞോണ്ടുക എന്നുള്ളത് ഞങ്ങളുടെ ആസ്ഥാന കലയാണ്. ഒരുത്തിയാണെന്ന് ഞോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാനും ഞോണ്ടും. അങ്ങനെ അപ്പം ഞങ്ങളൊക്കെ ചായ കുടിച്ച് ഒക്കെ ഞാൻ റേഡ് പിടിച്ചെന്ന് അറിയട്ടോ. മുഖം മറക്കാനേ പാടില്ല. കഴുത്തുറച്ചനും വെള്ളമ്മന്റെ ചുന്തരി പെണ്ണാണ്, വെള്ളമ്മന്റെ ചക്കടയാണോ. ഹെയ്സൂന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് വല്യമ്മയ്ക്കൊന്നും കിട്ടുന്നില്ലോ അല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും പേരിടുമോ, വിളിക്കാനൊരു സുഖമുള്ള പേര് എന്ന് പറഞ്ഞപ്പോൾ കല്യാണീൻ്റെ അച്ഛൻ ഇവളെ ജാനകിയെന്ന് കേട്ടോ വിളിക്കുക. അപ്പോൾ പക്ഷെ എനിക്കത് സെറ്റാവില്ല. ഒന്നെങ്കിൽ ഹെയ്സു എനിക്ക് സെറ്റായി, ഞാൻ സെറ്റായി, പക്ഷേ ഇവർക്കൊന്നും സെറ്റായില്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നു തുമ്പി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ 2 കുട്ടികളുണ്ട്, തുമ്പി തുമ്പ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടാലോ എന്ന് ചോദിച്ചു. പക്ഷേ ഇവർ രണ്ടാളും വിളിക്കുമ്പോൾ ഇവർ രണ്ടും ഓടി വരൂലേ. നമ്മൾ തുമ്പീനെ തന്നെ തുമ്പമ്മേ എന്നൊക്കെ വിളിക്കല്ലേ. അപ്പോൾ തുമ്പാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഓൾ ഓടി വരും. അതുകൊണ്ട് പിന്നെ അത് ഇട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഹെയ്സു മുമ്പൊക്കെ സെറ്റാണ്, പക്ഷേ വയസ്സാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് വായിൽ വരില്ലല്ലോ. അങ്ങനെ ഒരു ഡിസ്കഷനാണ് അവിടെ നടന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കുറേ കഥയും പറഞ്ഞ് അവിടെ കുത്തിരുന്ന മീൻ നന്നാക്കി ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 4 പാടെ ഞങ്ങൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു സ്ഥലത്താണെങ്കിൽ പണിയെടുക്കാനുണ്ട്, പാത്രം കഴുകാനും മീൻ കഴുകാനൊക്കെ ഒരു സ്ഥലമല്ലേ. അപ്പോൾ ആ സ്ഥലത്താണെന്നുണ്ടെ പറയണ്ട. പുറത്തേക്ക് ഇറങ്ങി മീൻ നന്നാക്കലൊന്നും നടക്കില്ല മക്കളെ. ഒരു ലോഡ് പൂച്ചകളുണ്ട്. ഞങ്ങൾ വളർത്തുന്നതല്ല, പക്ഷെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. രാവിലെ വരും,
എവിടുന്നാ ഇത് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവിടെ വന്ന് നിന്ന് നമ്മൾ മീൻ നന്നാക്കൊണ്ടോ നോക്കി നിന്ന് വെള്ളം ഇറക്കുന്ന പരിപാടിയാണ് മുപ്പത്തിയേൾക്ക്. അങ്ങനെ നമ്മളെ ചെറിയമ്മേൻ്റെയും ചെറിയച്ഛൻ്റെയും വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ചെറിയമ്മ നല്ല അടിപൊളി ലഡ്ഡു ഒക്കെ കൊണ്ടുവന്നതിൻ്റെ ഇമ്പക്കും വേണ്ടിയിട്ട്. പിന്നെ അച്ഛനൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയച്ഛൻ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് എന്തി വെക്കാൻ കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ ക്യാമറ ഉണ്ടാ ഓടുന്നത്, അതും തുടക്കത്തിൽ ഓടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെറിയച്ഛൻ ഇതായിട്ട് അങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. ചെറിയച്ഛനോട് എനിക്ക് എപ്പോഴും ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. എനിക്ക് എന്തും പറയാൻ പറ്റണേ, അതായത് ഒരേ വൈബുള്ള ആൾക്കാരെന്ന് പറയില്ലേ, ഞങ്ങൾ അങ്ങനെ ഒരേ വൈബുള്ള ആൾക്കാരാണ്. ചെറിയച്ഛനെയും ട്രോളും ഞാൻ ചെറിയച്ഛനെയും ട്രോളും. കുറച്ചേരൊക്കെ കിടന്ന് കളിക്കുമ്പോഴത്തേക്ക് ഹേസുവിൻ്റെ മൂഡ് മാറും കേട്ടോ. അവൾ കരഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചിരിക്കമ്മ, ആ സൗന്ദര്യം കാണട്ടെ. ചിരിക്കാൻ അങ്ങോട്ട് ചിരിക്കി. ആരാ പറയണേ എന്ത് ഗ്ലാമറാ നോക്കിയേ. എന്നാൽ ഇനി വായി തുറക്കില്ല ഞാൻ. എന്തോ ഞങ്ങൾ വീണ്ടും മീൻ നന്നാക്കാൻ വേണ്ടി തന്നെ നിന്നു കേട്ടോ. കാരണം അത്യാവശ്യം കുറച്ച് നല്ലോണം മീനുണ്ട്. അപ്പോൾ അത് നന്നാക്കി കിട്ടണേ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ മീനൊക്കെ നന്നാക്കി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ ഹേസു കരഞ്ഞ് അലമ്പാക്കി അവസാനം അമ്മ ഓളെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ടോ. പുറത്തെ കാഴ്ചയെ കണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കും, അല്ലാതെ അവൾ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാട്ടോ. പിന്നെ കുറേ നേരം നിർത്താണ്ട് കരയും. അപ്പോൾ നമുക്ക് തന്നെ പേടിയായി പോവും. അങ്ങനെ ഓളെ എടുത്ത് പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ സലീച്ച് വരുന്നത്. സലീച്ച് വന്നിട്ട് അയ്യോ ഇതിന് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. അല്ലൂട്ടൻ അവിടെ കൂടെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റൊക്കെ നന്നായി ബന്ധേഴ്സാക്കിയിട്ട് നിൽക്കാൻ കേട്ടോ, പുറത്ത് കൂടെ കളിക്കാൻ വേണ്ടിയിട്ടേ. അധികം അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാറില്ല, കാരണം റോഡ് സൈഡല്ലേ, അതുകൊണ്ട്. അങ്ങനെ ഇതാ സലേച്ചിൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് സലേച്ചി ഇതാ അച്ഛനോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അച്ഛന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പൊന്നാട അണിയിക്കലാണ് ഗായ് സലേച്ചിൻ്റെ വക. അങ്ങനെ നമ്മൾ കുറേ പേരൊന്നും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി അശ്വിനിയും കുറച്ച് കഴിയുമ്പോൾ വരും. അത്ര തന്നെ ഉള്ളൂ, നമ്മൾ തന്നെ ഉള്ളൂ. സലേച്ചിനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് കുറേ വ്ളോഗിലൊക്കെ സലേച്ചിയും അഞ്ചും അച്ചും ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഷൂട്ട് ചെയ്യാനൊക്കെ പോലെ സലേച്ചിൻ്റെ വീട്ടിലേക്കാണ്. അച്ഛൻ്റെ പെങ്ങളെ മോളാണ് കേട്ടോ. പിന്നെ ഇതാ അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രീ ആവട്ടെ അച്ഛൻ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും പാടെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ ഗിഫ്റ്റാണിത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കും കൊടുക്കണം. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കൊടുക്കട്ടെ. തുമ്പി ഇങ്ങനെ നോക്കി നിൽക്കണം, എല്ലാവരും എന്താ മൂത്തച്ഛൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കണമെന്ന് നോക്കി കേട്ടോ. പെണ്ണ് ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ട. അപ്പോൾ എനിക്കെവിടെ ടാട്ടൻ എവിടെ എന്നൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളും പോവുകയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ. വേറൊന്നുമല്ല, ഒരു മുണ്ടും തോർത്തുമാണ് കൊടുത്തത്. അച്ഛനെന്ന് വെച്ചാൽ നമ്മൾ ഈ കാവ്യമുണ്ടിൻ്റെ ടൈപ്പ് അങ്ങനത്തെ അല്ല, കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ കളർ മുണ്ടുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈശാട്ടിൻ്റെ കണ്ണ് മൊത്തം അച്ഛൻ്റെ അലമാരയിലേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിധം കളർ മുണ്ടുകൾ ഇടെങ്ങനെയാണ് അച്ഛൻ്റെ മുണ്ട് പോയി കോച്ചും. അങ്ങനെ തന്നെ കട്ടയ്ക്ക് പിന്നെ അധികം മുണ്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഇടും. എന്നാലും വൈശാട്ടിനാണ് മുണ്ടിനോട് വല്ലാത്തൊരു ഇഷ്ടം കേട്ടോ. പിന്നെ അച്ഛൻ്റെ പെറ്റാണല്ലോ, അപ്പോൾ അച്ഛൻ അങ്ങ് കൊടുക്കുകയും ചെയ്യും, ഒന്നും കൊടുക്കാണ്ടൊന്നും നിൽക്കൂല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മളെ ഹേഷുമണീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനാണ് എൻ്റെ ഹേഷുവിനെ കുളിപ്പിക്കാറ് കേട്ടോ. അപ്പം ഹേഷുവിനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കട്ടെ. വല്യമ്മ പോയിട്ട് ഓക്കാണെ തീരെ ഇഷ്ടമല്ല കുളിക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യത്തിൽ ഓക്കിനോട് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഹേസുവിന് എണ്ണ തേപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആരെ വരവ്, നമ്മൾ അശ്വിനീൻ്റെ വരവ്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഓൾ എടുക്കും നോക്കറിയാം. എന്നിട്ട് ഈ പൊട്ടത്തി എന്തിനാ അങ്ങനെ കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അതായത് രജുല ചേച്ചി പറയും, രജുല ചേച്ചി നിൽക്കുന്നത് നോക്കുക എമ്മാതിരി പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ചേച്ചിക്ക് തന്നെ ആകെ അയ്യോ എന്നുള്ള വട്ടിലേനോട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹേസു നിർത്താണ്ട് കരയട്ടെ. എത്ര നേരം വേണമെങ്കിലും എൻ്റെ കുട്ടി ഇരുന്ന് കരഞ്ഞോളും. ഓക്കെ കണ്ണെഴുതി കൊടുത്തിട്ട് അത് കൊണ്ടേ മുഖത്ത് മൊത്തം തേച്ച് വെച്ചിട്ടോളൂ. അത് പിന്നെയാണ് ഞാൻ കാണുന്നത്. അത് അശ്വിനി വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. ഇനി ഇവൾ പാല് കൊടുക്കണ വരെ ഓളിങ്ങനെ ചീറിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞതാ ഓളെയൊക്കെ ഒരു വിധത്തിൽ അവിടെ ഒതുക്കി ഞങ്ങൾ നേരെ താഴെ വന്ന് ചോറ് വിളമ്പാനുള്ളൊക്കെ പരിപാടിയിലാണ്. അങ്ങനെ ഭാഗ്യത്തിന് ഞാൻ പച്ചടി നിന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ തൈര് ആഡ് ചെയ്തിട്ടില്ല. തൈര് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ് ഞാൻ. ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ കട്ട പുറത്ത് എവിടെയോ പോയി കെട്ടാങ്ങനെ എവിടെയോ ഒന്ന് പോയിട്ടോ. ഓൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പോയി കിട്ടുകയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഞങ്ങൾ കഴിക്കും, അപ്പോൾ കട്ട രാവിലെ കഴിക്കില്ല. ആൻഡ് ഉച്ചയ്ക്കും രാവിലത്തെ ഇടയിൽ പോയിട്ട് ഓൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കും, ഓന് വിശപ്പുണ്ടാവില്ല. അങ്ങനെ ഓനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് കൈ കിട്ടാറേ ഇല്ല. അങ്ങനെ ഇതാ നമ്മൾ വിളമ്പൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറിയച്ഛന് ഓട്ടോറിക്ഷ ഓടിക്കലാണ് കേട്ടോ. അപ്പം ചെറിയച്ഛൻ രാവിലെ ചെറിയമ്മനെ കൂടെ കൊണ്ടാക്കി അച്ഛൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ചേരം ഓടി വരാമെന്ന് പറഞ്ഞിട്ട് ചെറിയച്ഛൻ ഓട്ടോയും കൊണ്ട് പോയതാണ്. അപ്പോൾ ചെറിയച്ഛൻ വരാൻ വേണ്ടിയിട്ടും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയച്ഛനും കൂടെ വന്നപ്പോഴാണ് നമ്മൾ വേഗം വിളമ്പുന്നത് കേട്ടോ. ചെറിയച്ഛൻ കൈ എഴുതുകയാണ്, ഇപ്പോൾ വരും. അപ്പം എല്ലാവരും പാടെ വേഗം വിളമ്പലൊക്കെ ആക്കി. അച്ഛനൊരു ടൈമൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ലേറ്റ് ആക്കി കൂടാ. ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഈ ലൈറ്റ് ഇങ്ങനെ മിന്നി കളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ ഇടയായിട്ട് വീഡിയോ എടുക്കുമ്പം ഈ ഒരു സംഭവം ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്.
ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ ഫോൺ ഐഫോണാണ്. ഐഫോണിൽ എടുക്കുമ്പോൾ എന്താണ് ഈ മിന്നി മിന്നി കളിക്കുന്നതിന് മുമ്പൊക്കെ ഒരു DJ എഫക്റ്റ് ഫോൺ തരുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. ഫോൺ കേടാന്ന് മാത്രം പറയാതെ എനിക്കിനി വയ്യത് നന്നാക്കാൻ ഞാൻ പഠിത്ത് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും പാടെ ഒറ്റ ഇരിപ്പിൽ ഇരിക്കാൻ കഴിയൂല എന്നുള്ള ആലോചന മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇരിക്കണം. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറയുന്നതാണ് ഇടയ്ക്ക് കുടുംബ സംഗമമൊക്കെ വെക്കണം, എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു രസമാണെന്ന്. അങ്ങനെ പറഞ്ഞ് എപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ അച്ഛൻ്റെ ഏതൊരു ബർത്ത്ഡേക്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ, അതായത് അച്ഛൻ്റെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും കൂടെ കൂടിയൊരു ദിവസം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും മക്കളും എല്ലാവരും പാടെയപ്പോൾ നല്ലൊരു ഓളായിരുന്നു. അങ്ങനെ തന്നെ ഒരു ദിവസം കൂടെ സെറ്റാക്കണം. ബൈ നമ്മുടെ വിഷയത്തിൽ നിന്നും തെന്നിമാറുന്നു. ഇത് നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അത്യാവശ്യം കുറച്ച് വിഭവങ്ങളൊക്കെ ഉള്ള ഒരു സദ്യ തന്നെയായിരുന്നു. ഉപ്പേരി ഉണ്ടായിരുന്നു, ക്യാബേജിൻ്റെ ഉപ്പേരി ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഉപ്പേരിയാണ് ക്യാബേജ്. നമ്മുടെ ബോഡിക്ക് അത്രയും നല്ലതൊന്നുമല്ല. പക്ഷേ എന്നാലും നമ്മൾ എന്തൊരു സദ്യ ഉണ്ടെങ്കിലും ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കാറില്ല. എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ പയറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നല്ലത് ബോഡിക്ക് നല്ലതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ എപ്പോഴും അത് സദ്യ ആകുമ്പോൾ ക്യാബേജാണ്. ഓക്കെ, അപ്പോൾ ക്യാബേജിൻ്റെ ഉപ്പേരി, പച്ചടി, പിന്നെന്തായിരുന്നു, കൂട്ടുകറി, അവിയൽ, അച്ചാറ്, പപ്പടം, പിന്നെന്തായിരുന്നു ഇനി നോക്കിയിട്ട് പറഞ്ഞ കേട്ടോ, മീൻ കറി, സാമ്പാർ, മീൻ പൊരിച്ചത് എല്ലാം ഉണ്ടായിരുന്നു, പായസം, എല്ലാം കൂടെ ഉള്ളൊരു കുഞ്ഞ് സദ്യ. മീൻ അച്ചച്ചൻ നിർബന്ധം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്ക് സദ്യേൻ്റെ കൂടെ മീൻ കഴിക്കുന്നത് യാതൊരു താല്പര്യമില്ല. എനിക്ക് ഈ സദ്യ എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. പാവൻ്റെ ഏട്ടൻ രാവിലെ തന്നെ വീഡിയോ കോൾ ചെയ്ത് എന്തൊക്കെയാണ് ഉള്ളത് എടി കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ ലിസ്റ്റ് പറഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് സങ്കടമായിട്ടോ. പാവം ഉണ്ടാവും, അതിന് ഭയങ്കര എന്താ പറയുക മിസ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ അല്ലേ. എന്ത് ചെയ്യാനാ, അവസ്ഥതായിപ്പോയില്ലേ. അങ്ങനെ നമ്മൾ കുഞ്ഞുമക്കൾക്ക് ഇതാ ഇവിടെ ഇരുത്തി കൊടുക്കുന്നുണ്ട്. പൊടിമോള്, അതായത് രജൽ ശേഷിൻ്റെ മോൾ ഇരിക്കണം കണ്ടിട്ട് രണ്ടാളും വലിയ കോളിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം ഇവർ രണ്ടാളും കഴിക്കില്ല. തുമ്പി പിന്നെയും വാരി കഴിക്കും, എൻ്റെ അല്ലോട്ട് ഞാൻ വാരി കൊടുത്തില്ലെങ്കിലും ഒന്നും കഴിക്കില്ല. അപ്പോൾ ഓൾ വിളമ്പാൻ വന്നപ്പോൾ ചെറിയമ്മ ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അശ്വിനി അത്ഭുതത്തോട് കൂടി എന്നെ നോക്കി എന്താ അറിയോ, ചേച്ചിയെ ഒന്ന് ചെറിയമ്മയെന്നാണ് വിളിച്ചത് എന്ന്. കാരണം അശ്വിനിയേന്ന് തികച്ച് നീട്ടി വലിക്കും രണ്ടുപേരും. ചെറിയമ്മയെന്ന് വിളിക്കുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ കുട്ടി ആ ഒരു അത്ഭുതത്തിൽ എന്നെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി അല്ലൂട്ടന്. തുമ്പമ്മ പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. പക്ഷേ പൊടി ഇന്ന് കഴിക്കുന്നതുകൊണ്ട് അല്ലൂട്ടന് ഇനി അതിൻ്റെ ഒരു ജാട ഉണ്ടാവുമോ എന്തോന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവർക്കും കൂടി ഇരുത്തി കൊടുക്കട്ടെ. അതൊക്കെ ഒരു ഫീലുമാണല്ലേ. എനിക്കിപ്പോഴും എപ്പോഴും ഇഷ്ടം അമ്മമ്മ വാരി തരുന്നതിനോട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒന്നും വേണ്ട, അമ്മമ്മേൻ്റെ ഒരു പുളിരസവും ഒരു ഉണക്കൽ സ്രാവ് പൊരിച്ചതും ചോറും അമ്മമ്മ അങ്ങോട്ട് വാരി തന്ന എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എവിടെ നിന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം വാരി തരുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അങ്ങനെ തോന്നല്ലേ? നിങ്ങൾക്ക് ആരാ വാരി തരേണ്ടതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ബേക്കിലൊരുത്തന്നെ അതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാൻഡ് വാഷ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലൂസിൻ്റെ മെയിൻ പരിപാടി എന്താ പറയുക, ഹാൻഡ് വാഷിൽ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് കട്ട പറയുകയും ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ നിറച്ച് വെക്കുന്നുണ്ട്, ഇനി ഇതിൽ കൊണ്ടുപോയിട്ട് വെള്ളം നിറച്ച് വെക്കരുതെന്നൊക്കെ അല്ലൂസിനോട് പറയാണ് കേട്ടോ. ഇനി നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം, ഈ സംഭവം അങ്ങോട്ട് കണ്ടാൽ പിന്നെ എൻ്റെ മക്കൾക്ക് വേറെ ഒന്നും വേണ്ട, പപ്പടപ്രേമികളാണ് കേട്ടോ എല്ലാം. പക്ഷേ ഞാൻ അധികം അതങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ അപ്പോഴും പേടിക്കണം, കാരണം ഈ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ട് പല സീനുകളും കാണുന്നതുകൊണ്ട് തന്നെ ഇവൻ ആരോട് ചോദിക്കില്ല, ഇവൻ അങ്ങ് പോയി എടുക്കുകയാണ് ചെയ്യുക. വൈശാഖേട്ടൻ്റെ അതേ ഇതാണ്. വൈശാഖേട്ടനുണ്ടല്ലോ, ഇപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്ത് അപ്പുറത്ത് മത്തി പൊരിച്ചുകൊണ്ടാൽ മത്തി പൊരിച്ചത് എടുക്കുള്ളൂ. അത്രയും മത്തിപ്രാന്തനാണ്. അതുപോലെ തന്നെ എൻ്റെ അല്ലൂട്ടനും. വൈശാഖേട്ടൻ ഈ മത്തീൻ്റെ വാലൊക്കെ കടിച്ച് മുറിക്കും, തലയൊക്കെ തിന്നും. ഞാനതൊന്നും കഴിക്കില്ല കേട്ടോ. പക്ഷേ അല്ലൂസൊക്കെ കഴിക്കുകയെ. അങ്ങനെയാണ്. ഞാൻ ഉണ്ടാക്കിയ ഐറ്റം ഏതാണെന്ന് ചെറിയച്ഛൻ എപ്പോഴും അറിയണം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചെറിയച്ഛനെ കൂടി പറയാണ്. ഇതെന്നെ അടുത്ത് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ കേട്ടോ. അച്ഛൻ ഇപ്പോൾ കഴിക്കാതിരിക്കാത്തത് അമ്മ വാരി കൊടുക്കണം, കയ്യിൽ സ്റ്റിച്ചുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വരുന്നു. എൻ്റെ അല്ലൂട്ടൻ അങ്ങനെ കുഴച്ചൊന്നും കഴിക്കില്ല. തുമ്പിക്കാൾ കുഴച്ചെടുത്തോളം വാരി ഇങ്ങും കഴിക്കും. അല്ലൂന് ഞാൻ ഉരുട്ടി കൊടുക്കണം, എന്നാൽ അവൻ കഴിക്കും. അവന് ഉരുട്ടാന്ന് അറിയില്ല. അല്ലെങ്കിൽ മിച്ചർ വാരി തിന്നുമ്പോഴൊക്കെയാണ് ചോറ് വാരി തിന്നു കേട്ടോ. കണ്ടില്ലേ, അങ്ങനെയൊക്കെയാണ് ഓൻ്റെ പരിപാടി. ഒരു ഉരുള കൊടുക്കുന്ന ആൾ ഇടയ മോളും വരുമല്ലോ. ഇപ്പൊ അങ്ങനെ കട്ട പരിപാടി തുടങ്ങി വെച്ചിട്ടോ. എല്ലാവരെ കൊണ്ട് ഓരോ ഉരുള അച്ചച്ചനെ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊരു ചടങ്ങായി മാറി. പിന്നെ എല്ലാവരും അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അച്ചച്ചൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഞാൻ കൊടുത്തോ, ഞങ്ങൾ ആരും അറിയാണ്ട് വന്ന് കൊടുത്തോണ്ടില്ല. അപ്പൊ അച്ഛൻ നിന്നല്ലോ ചോറ്, ഒരു ചോറ്.
അതായത് രമണ, ഇളയമയ്ക്കുള്ളതും എനിക്കില്ലാത്തതുമായിട്ടുള്ള സാധനം എന്താണ്? നാണം. ഇളയമേൻ്റെ കെട്ടിയോന് വാരി കൊടുത്തതിൽ വരെ ഇളയമയ്ക്ക് നാണാണ് മക്കളെ. അത് കഴിഞ്ഞ് ഇതാ ഇപ്പം ചെറിയമ്മേൻ്റെ വക ഒരു ഉരുളയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയമ്മയ്ക്ക് ഒരു ഉരുള, ചെറിയമ്മയ്ക്ക് വേണ്ടേ ഒരു ഉരുള കൊടുക്ക. അങ്ങനെ അത് അഭിനയിക്കല്ലേ, അത് വായി പറഞ്ഞ് കൊടുക്ക അങ്ങട്ട്. എന്താ മീനിന്റെ കഷ്ണോ അതിന് മുള്ളെന്താ ഉണ്ടാവട്ടോ, നോക്കണം. ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണം. ചോറിനൊരു ഉരുള കൊടുക്കുന്നേ. അയ്യോ ഇഞ്ഞുവാവയ്ക്ക് കൊടുക്കും പോലെ കൊടുക്കുന്ന സ്റ്റൈലിഷ് ആണ്. എന്ത് സാധന അത്. ഇന്നെന്തായാലും ഇരുട്ടടി ഇങ്ങ ഉറപ്പാ. വീട്ടിൽ ചെല്ലട്ടേന്ന് ഈശോന്ന്. വല്യച്ഛൻ നോക്ക്, ദൈവമേ ഇവരെല്ലാരും കൂടെ എന്റെ നേരെ വരില്ലേക്കുന്നുള്ള മട്ടിലാണ് വല്യച്ഛന്റെ ഭക്ഷണം കഴിപ്പ്. വല്യമ്മ ആഗ്രഹം ഉണ്ടോ? എനിക്കൊരാഗ്രഹവും ഇല്ലേന്ന്. എനിക്കിപ്പോ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യം എന്റെ കെട്ടിയോ അവിടെ അല്ലല്ലോ. പാവ ഞാൻ പ്രത്യേകിച്ച് മറ്റേ എടുത്ത് പറയും, ഞാൻ പഠിപ്പിച്ചെന്ന് പച്ചടിയല്ലേ, വെള്ളാന്നൊന്നും പറയല്ലേ, പച്ചടി ദൃശ്യം ഉണ്ടാക്ക പച്ചടി വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ പറയാം. നേരത്തെ പഠിപ്പിച്ചെന്ന് തന്നെ പറയുന്നുണ്ട്. അത് എന്താ ഗൈസ്, തുമ്പി ഫുഡ് കഴിക്കുകയാണ്. ഗൈസ് കണ്ടോളൂ എന്റെ തുമ്പി മോള്. വേഗം ഇവര് നോക്കണ്ട്. അങ്ങനെ ഇതാ അടുത്ത ട്രിപ്പിലേക്ക് കിടക്കുകയാണ്. ഞങ്ങളെല്ലാവരും പാടെയാണ് ഇവിടുന്ന് അടുത്ത ഫുഡ് കഴിപ്പ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. പിന്നെ സദ്യ കണ്ടു കഴിഞ്ഞാൽ വിശക്കൊന്നും വേണ്ട കേസ്, ഞാൻ കമന്നടിച്ച് വീഴും. കുറേ ആയിട്ട് ഫുഡ് അത്യാവശ്യം, അതായത് ഫുഡിൻ്റെ എമൗണ്ട് ക്വാണ്ടിറ്റി വളരെ കുറച്ചതായിരുന്നു. പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ഞങ്ങൾ ഫുഡ് അടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൈഡായി പോകും. അതിന് എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചത് കുറേ ദിവസമായിട്ട് കൺട്രോൾ ചെയ്തിട്ടേ ഈ സദ്യ അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ആക്രാന്തത്തിന് പുറത്ത് അങ്ങോട്ട് കഴിച്ചു കേസ്. എസ്പെഷ്യലി കൂട്ടുകറി. എത്രയാണ് കൂട്ടുകറി കഴിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിന് മുമ്പ് കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാന്ന് പറയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളയമ്മയും ഞാനും കൂടെ ഉണ്ടാക്കുന്നത്. അയ്യോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മക്കളെ, അടിപൊളി ടേസ്റ്റാണ്. ഇളയമ്മ വെച്ചാൽ എസ്പെഷ്യലി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ സദ്യയിൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫർ ചെയ്യാം ഉഷമ്മേൻ്റെ സാമ്പാറും ഇളയമേൻ്റെ കൂട്ടുകറിയായിരിക്കും. പിന്നെ എൻ്റെ പച്ചടിയും. എന്നെ പുകഴ്ത്താൻ എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ലാന്ന് ഞാൻ തന്നെ പുകഴ്ത്തും. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ സദ്യ ഒന്നും ഉണ്ടാക്കാൻ വലിയ അറിവില്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മയ്ക്ക് സദ്യ ഉണ്ടാക്കാൻ വലിയ ഐഡിയ ഇല്ല. അമ്മ നോൺ വെജിലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും, സദ്യ ഉണ്ടാക്കാൻ വളരെ കുറച്ച് ബാക്കോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ വശം ഉണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണി നന്നായിട്ട് സദ്യ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. പച്ചടി ഉണ്ടാക്കാൻ പഠിച്ചത് കണ്ണൂരുള്ള സമയത്താണ്. പച്ചടി വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഗൈസ്. അപ്പോൾ കണ്ണൂർ ഞാനും വൈശാട്ടനും മോനും മാത്രമുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെല്ലിച്ച മരിച്ച സമയത്ത് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ മാമൻ്റെ മോനുണ്ട്, പൊന്നൂസും ഉണ്ട് അവിടെ. അപ്പം ആ സമയത്ത് ഞാനാണല്ലോ ഫുഡ് ഉണ്ടാക്കേണ്ടത്. ഇവർക്കാർക്കും ഫുഡ്, വൈശാട്ടൻ ചായ ഉണ്ടാക്കാൻ പോലും മര്യാദയ്ക്കാറുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് പച്ചടി. പിന്നെ കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്നത്, അതൊക്കെ ഞാൻ കണ്ടുവരുന്നാണ് പഠിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ സാഹചര്യം മൂലം നമ്മൾ പലതും പഠിക്കുമല്ലോ, അതൊക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ എല്ലാം ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാലും ഇവിടെ എത്തിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. സദ്യ ഉണ്ടാക്കാനും സാമ്പാർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അമ്മേൻ്റെ കൂടെ നിന്ന് പഠിച്ചതും കൂട്ടുകറി ഇളയമ്മേൻ്റെ കൂടെ നിന്ന് പഠിച്ചതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയാണെങ്കിലും കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മറിയനമ്മ പിന്നെ സദ്യക്കൊക്കെ ഇപ്പോൾ സാമ്പാറും ഒക്കെ ആണെങ്കിലും ചെറിയ രീതിക്കൊക്കെ അമ്മ ഉണ്ടാക്കി പഠിച്ചു. പണ്ടും അമ്മ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യായിരുന്നു, പക്ഷേ അച്ഛൻ നന്നായി തിളർത്തി കൊടുക്കാറുണ്ട് കേട്ടോ. ഓലെണ്ണൊക്കെ ഉണ്ടാക്കിയ കഥയാണ്. ഇവിടെ പിന്നെ അച്ഛന് കയ്യിൽ സ്റ്റിച്ചുള്ളതുകൊണ്ട് ചോറ് വാരി കൊടുക്കണമല്ലോ. അപ്പം വലിയമ്മ അപ്പുറത്തുനിന്ന് പറഞ്ഞു തരുതാ അവിടേക്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ട് വലിയമ്മ പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ക്യാമറ തിരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇതൊക്കെ രസങ്ങൾ അല്ലേ, ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ മുതലാക്കണമല്ലോ. അങ്ങനെ എല്ലാവരും പാടിയിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. ഇനിയും ഇവിടേക്ക് വരാനുള്ള അതിഥികൾ കുറേ പേരുണ്ട്. അതിഥികളല്ല, കുറേ പേരുണ്ട്. ഇപ്പം ഈശ്വരി ചെറിയമ്മേൻ്റെ 2 മക്കൾ, അതുപോലെ വല്യമ്മയുടെ 2 മക്കൾ, അവരുടെ ഹസ്ബൻഡ്സ് എല്ലാം പെൺപിള്ളേരാണ്. വൈശാഖേട്ടനും കട്ടയും മാത്രമാണ് ആൺകുട്ടികളുള്ളത്. 6 പേരക്കുട്ടികൾ, 4 പേര് പെൺകുട്ടികൾ, 2 പേര് ആൺകുട്ടികൾ. ഇവർക്ക് എല്ലാവർക്കും മക്കളുണ്ട്. അതിൽ അല്ലൂസും അലനും മാത്രമാണ് ആൺകുട്ടികൾ. ബാക്കി എല്ലാവരും പെൺപടകളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ തറവാട്ടിൽ ഇഷ്ടംപോലെ പെൺപടകളാണ് ഉള്ളത്. ഹേസു കാര്യമായിട്ടിരിക്കുന്നത് തരാം. TV കാണാനൊക്കെ ഒരു ചാൻസ് കിട്ടിയതിൻ്റെ 30 മാക്സിമം അത് മുതലാക്കും. പിന്നെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ അണ്ണാക്ക് വരെ ഇട്ടിട്ട് ഛർദ്ദിക്കുക. അതൊക്കെ ഞങ്ങളുടെ പുതിയ ഹോബികളാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ക്യാമറ കണ്ടപ്പോൾ എൻ്റെ ഹേസു നോക്കണ അങ്ങനെ കുട്ടി വ്ളോഗറാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
ഉണ്ടായിരുന്നു ഇവിടെ. ഇനി അടുത്തത് തുമ്പി ചേച്ചിയും ഹേസും ഒക്കെ കൂടി ആയിരിക്കും ഇനി അടുത്തത് സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഹേസു കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ വെറുപ്പിക്കണം, അങ്ങനെ മണത്ത് നടക്കണം, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലുട്ടനും അങ്ങനെ തന്നെ കേട്ടോ, കുറേ ഉമ്മ കൊടുക്കുക, ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ. പക്ഷേ ഈ പെണ്ണിനില്ലേ ഉമ്മ വെക്കുന്നത് തീരെ ഇഷ്ടമില്ല ഗൈസ്. ഇവള് കരഞ്ഞലമ്പാക്കി കളയും കേട്ടോ. പിന്നെ ഇത് അങ്ങനെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ പിന്നെയും അടങ്ങി നിൽക്കും, പിന്നെയും തുടങ്ങുവോള്. അങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോകണത്. പിന്നെ ഇതാ ഈ ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് സെറ്റാണ് കണ്ടോ. ഇതിപ്പോൾ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങോട്ടോള്. അപ്പോൾ ഞങ്ങൾ 2 സ്റ്റെപ്പ് കൂടെ കളിക്കും. ഇങ്ങനെയാണ് ഓളെ കരച്ചിൽ ഞങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് എന്താ ഇപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കലാണ് ഞങ്ങളെ മെയിൻ പരിപാടി. ഓക്കെ, ശരിക്കില്ലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പല കാര്യങ്ങളും. നമ്മളെ വീട്ടിലിപ്പോൾ നമുക്ക് കുട്ടികൾ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ആലോചിക്കാനുള്ളൊരു സമയം കിട്ടില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവർ 3 ആളും കൂടെ ആകുമ്പോൾ ഒന്നിനൊരു സമയം ഉണ്ടാവില്ല. ഇവരെ നോക്കി അതിൻ്റെ ഇടയിൽ ഒരു ഇച്ചിരി ടൈം കിട്ടുന്ന സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ കൂടുക. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാനൊരു സമയം ഉണ്ടാവില്ല. എന്തിനധികം പറയുന്നു, വൈശാഖേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കുട്ടികളതിന് ശേഷം എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ കുറവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അടിയേ ഉണ്ടാക്കുന്നില്ല ദൃശ്യേ ഇങ്ങനെ പറയും. ആദ്യമൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ചെല്ലും, എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് ഇങ്ങനെ വെറുതെ ചൊറിയാനും ഏട്ടനെ. ഇപ്പം അതിനൊന്നുള്ള നേരം എനിക്കില്ല. ഈ മക്കളെയൊക്കെ നോക്കിയിട്ട് എവിടെയാ എനിക്കൊരു നേരം. ഇനി വിളിക്കുകയാണെങ്കിൽ തന്നെ അച്ഛാ നമ്മൾ ചീറ്റിങ്ങൾ ഉണ്ടെങ്കിൽ തലയല്ലാതെ എൻ്റെ തല അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കോൾ കാണിക്കാനുള്ള സമയവും ഒരു സാഹചര്യം എനിക്ക് കിട്ടാറില്ല. പിന്നെ ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലാണ് ഞങ്ങൾ സ്വസ്ഥമായും സംസാരിക്കുക. ഇവർ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും പോവുക. അതുകൊണ്ട് തന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മളൊരു മീ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞ് കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടിരിക്കാനോ ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, സത്യമാണത്. അത് അമ്മമാർക്ക് പ്രത്യേകം മനസ്സിലാവും ഇല്ലേ, സത്യമല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് അത്രയും സങ്കടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കത് ആലോചിക്കാനുള്ള നേരം ഉണ്ടാവില്ല, കാരണം ഇവരതിന് നമുക്കൊരു ചാൻസ് തരൂല. കറക്കണം. ജയൻ അങ്ങനെ ചെയ്യല്? നിങ്ങൾ അടിക്കാ പോണേ? ഞങ്ങൾ അളിയനതാ ജയൻ വരുന്ന പോലെ വരുന്ന ജയൻ കൊടുക്ക് ചെറിയമ്മേ, കൊടുക്ക് ചെറിയമ്മേ. ഇവിടെ തറവാട്ടുപരമായിട്ട് അൺറൊമാൻറ്റിക് ആണല്ലോ എല്ലാരും. ചെറിയമാര വേണ്ടേ? സീമ കൊണ്ട് സീമ ജയൻ എന്ത് അതിനിടെ വല്യച്ഛൻ്റെ കോമഡി. ആ കേക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്ത് തന്നപ്പോൾ പോവാലോ എന്ന്. അപ്പോൾ വല്യമ്മ കേക്ക് നമ്മളല്ല കട്ട് ചെയ്യേണ്ടത്, അച്ഛൻ്റെ കയ്യിൽ പറഞ്ഞാലല്ലേ, അച്ഛനല്ലേ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വല്യച്ഛൻ ഓ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് വല്യച്ഛൻ പോവാണ്. കൈ പിടിച്ച് കറക്ക കൊടുക്ക ചെറിയമ്മേ. ആൾക്കാർ കാണുന്നത് ചെറിയമ്മ കൊടുക്ക അങ്ങോട്ട്. എന്ത് നാണോ, ഒരു ഉമ്മ കൊടുക്ക. അയ്യോ അല്ലേ കൊടുക്കനെയോ? ഞാൻ ഫോൺ ഓഫാക്കാം. വല്യമ്മേ ഞാൻ ഫോൺ ഓഫാക്കാം, നിങ്ങൾ കൊടുക്കോ? ആ അതൊക്കെ എന്റെ ഡാഡി. അച്ഛാ ഒന്നും കൂടെ വരൂ, ജയൻ വരുന്ന പോലെ വരൂ. എടി ആ ടി വി ഒന്ന് ഓഫാക്ക, അശ്വിനി ആ ടി വി ഓഫാക്ക. അച്ഛാ വരി, ഏൻ വരുന്ന പോലെ വന്ന് അമ്മയ്ക്ക് ഒരു കൊടുക്കി. അതാ കൊടുക്കി, ഞാൻ ക്യാമറ തിരിക്കൂ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കൊന്ന് കൊടുക്കച്ചാത്ത ധൈര്യത്തോടെ പോയി കൊടുക്ക്. ഇല്ലേ പിന്നെ മൂത്തച്ഛൻ വരേണ്ടി വരും കൊടുക്കാൻ. മൂത്തച്ഛൻ ഇളമയൊന്ന് കൊടുത്തോട്ടെ, ഇളയമ്മ കണ്ട വഴിയോട് അങ്ങനെ അച്ഛനോട് സ്നേഹത്തിൽ പോയി അങ്ങോട്ട് കൈ കൈ ഞാൻ ചെറിയ കാണിച്ചരാ. ഇങ്ങനെ അച്ഛനായിട്ട് സ്റ്റെപ്പ് കളിക്കാൻ പറ്റൂടെ? അതിനെ പിടിച്ച ഒരു കൈ പോരാ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്തത് വല്യമ്മേൻ്റെ ടേണാണ്, അടുത്തത് ഇളയമ്മേൻ്റെ ടേണാണ്.
കുറേ നേരം വായിട്ടലച്ചിട്ടും ഞാൻ റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയല്ല കേട്ടോ. എത്ര വായിട്ടലച്ചാലും റെസ്റ്റ് എടുക്കുന്ന പരിപാടി നമുക്കില്ല. നമ്മൾ കട്ടേനെ കാത്തിക്കുകയാണ്. കേക്കൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. കേക്ക് കെട്ടിയാണ്. കട്ട വരണം. കട്ട കെട്ടാങ്ങലേറ്റം ഫോൺ എന്തോ നന്നാക്കാൻ പോയതാണ്. ഓനെ വിളിച്ചത് 5 മിനിറ്റിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൻ അവിടെ ഇറങ്ങിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ കോൾ ചെയ്തിട്ടുണ്ട്. വേഗം വന്നോ, ഇവിടെ വലിയച്ഛനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു കാല് വീട്ടിനകത്തും ഒരു കാല് മുറ്റത്തും വെച്ചിട്ടാണ് വലിയച്ഛൻ നിൽക്കുന്നത്. വേഗം വന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം വരാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു രസമല്ലേ. ഈ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നിങ്ങൾ പുതിയ ആൾക്കാർ കൊണ്ടുപോകുന്നതല്ലേ. പഴയ കാലത്തൊന്നും ഈ കേക്ക് കട്ട് ചെയ്യലൊന്നും ഇല്ലേനു എന്നൊക്കെ അവർ പറഞ്ഞാലും ഇവർക്ക് ഈ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ വലിയ സന്തോഷങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ സെയ്ക്ക കെട്ടാങ്ങളുള്ള സെയ്ക്ക ബേക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചപ്പോൾ. ഇപ്പോൾ കേക്ക് എന്തുണ്ടെങ്കിലും അവിടെ തന്നെ കൊടുക്കാറ്. കാരണം അത്രയും നല്ല കേക്കാണ് അവർ, അടിപൊളിയാണ്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടെ നിൽക്കണം. ഒരുത്തൻ ക്യാമറേൻ്റെ മുമ്പ് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. മാറാൻ പറഞ്ഞിട്ട് ജന്തു മാറുന്നില്ലേ. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ പിടിച്ചു മാറ്റേണ്ടി വന്നിരിക്കുന്നു. ജാക്ക് ഡാനിയൽസ് എല്ലാവരും വായിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇതാ കല്യാണിയും വരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യണം ഗൈസ്. ബൈ ദ ബൈ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അതായത് ഇപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കേക്ക് കട്ട് ചെയ്യണമെന്നൊരു നിർബന്ധം ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് ചെയ്ത് കഴിയുമ്പം ഓക്കെ, നമ്മൾ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാന്നല്ല കേട്ടോ, എന്താണെങ്കിലും ഇപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു സദ്യ കൊടുക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ഒരു എന്തെന്നാ പറയുക, ഒരു സന്തോഷമായിരിക്കും അവർക്ക് അല്ലേ. അപ്പോൾ അച്ഛനാണെങ്കിലും ഇപ്പം സന്തോഷമായിട്ടുണ്ടാവും. എല്ലാവരും പാടെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ആഘോഷമൊക്കെ നടത്തിയപ്പം അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ അച്ഛനും ഉണ്ടാവും. അത്രയ്ക്ക് മതിയും വെക്കും അല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അച്ഛൻ്റെയൊക്കെ പിറന്നാളും അച്ഛൻ നന്നായിട്ട് ആഘോഷിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെ ബർത്ത്ഡേ ആണെങ്കിലും ആഘോഷിക്കാറുണ്ട്. എന്നാലും അച്ഛൻ്റെ കുറച്ച് ഹൈപ്പായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെതും നന്നായിട്ട് ആഘോഷിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റെതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കോളേജിലെത്തിയതിന് ശേഷം, അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ എല്ലാ പ്രാവശ്യവും കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ആ ഒരു സമയമല്ലേ, സ്കൂൾ ടൈമൊക്കെ അന്നൊന്നും എല്ലാ വർഷമൊന്നും കേക്ക് കട്ട് ചെയ്യൊന്നുമില്ല. അപ്പോഴല്ലേ അച്ഛന് കട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ഡൗട്ട്. അപ്പോൾ ഞാൻ സഹായിച്ച് കൊടുത്താണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് മോളെ കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൂടി കൊടുത്താണ്. അപ്പോൾ കല്യാണിക്ക് അപ്പം കറക്റ്റ് ടൈമിന് ഒരു കൊറിയർ ബോയ് വന്നിട്ടോ. ഞങ്ങൾക്ക് എങ്ങനെയാണ്, ഞങ്ങൾക്ക് എപ്പോഴും കൊറിയർ ബോയ്സിൻ്റെ ഒരു വരവ് എപ്പോഴും ഉണ്ടാവും. എപ്പോൾ വിലടിച്ചാൽ അത് എനിക്കോ കല്യാണിക്കോ ഉള്ള വരവായിരിക്കും. അപ്പോൾ ഓളെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ, വേഗം വാ എന്ന് പറഞ്ഞിട്ട്. കൊറിയർ ബോയ് ആണെങ്കിൽ മറ്റേ കോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കഴിഞ്ഞിട്ട് അവനെ വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പാടെ അങ്ങോട്ട് ഇതാ കൊട്ടിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനി കണ്ടില്ലേ, മറ്റേ ഒരു പ്രത്യേക തരത്തിലുള്ള കൊട്ടാണ് കുട്ടി കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുമ്പി ഈ കൊട്ടുന്നുണ്ടെങ്കിലും ഓളെ മനസ്സ് മുഴുവൻ കേക്കിലാണ് കേട്ടോ. കാരണം കുട്ടിക്ക് കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. വേണമെങ്കിൽ ഈ കേക്ക് മൊത്തം ഓളൊറ്റയ്ക്ക് കഴിക്കും. അത്രയ്ക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുത്തി ഫോൺ എടുത്ത് പോയതാണ്. ഓളെ ഫോണിലായിരുന്നു വീഡിയോ എടുത്ത്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി കറക്റ്റ് ടൈമിന്. അപ്പം കല്യാണിൻ്റെ ഫോണിലായിരുന്നു ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ടൈമിൽ കറക്റ്റ് ക്ലിപ്പ് അങ്ങോട്ട് മിസ്സായിപ്പോയി. ഇളയ അച്ഛന് കൊടുത്തൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും പിന്നെ ഓരോരുത്തരായിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. കേക്ക് അങ്ങോട്ടോട്ടോ കൊടുക്കുന്നുണ്ട്. ചോക്കോ ട്രഫിളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫ്ലേവറാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിരിക്കും. അത് ഓവർ ചോക്ലേറ്റിൻ്റെ ഒരു ഡാർക്ക് ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ എല്ലാവരും കൂടെ കൊടുത്തു. പാവ അച്ചച്ചനുണ്ടല്ലോ, ഇന്നത്തെ കൊണ്ട് ക്ഷീണിച്ച് പോയി ഉണ്ടാവും. ഉച്ചയ്ക്ക് ചോറും എല്ലാവരും വകയും കേക്കും ഒക്കെ കൂടെ കിട്ടി. അച്ചച്ചൻ അങ്ങനെ ഓവർ ഫുഡ് കഴിക്കുന്ന ആളല്ല, വളരെ മിനിമലായിട്ട് കഴിക്കുന്ന ആളാണ്. പക്ഷെ വളരെ ടൈമിംഗ് ഉണ്ട്. അതായത് ഇപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ രാവിലെ ചായ അത് മസ്റ്റാണ് കേട്ടോ. അത് 1, 2, 3 ചായ എന്നല്ല, പക്ഷെ മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും ചായ മസ്റ്റാണ്. അങ്ങനെ അച്ഛൻ്റെതായ കുറേ ശീലങ്ങളുണ്ട്. പത്രം വായന, പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് നോക്കിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ബസ്സിൽ പോകുന്ന ആൾക്കാർ, പല ആൾക്കാരും നമ്മളെ വീട്ടിലേക്ക് ഇന്നെ കാണുമോ എന്നുള്ളത് നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അവരെന്നെ എനിക്ക് പേഴ്സണലി ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ചേച്ചിനെ കാണാൻ വേണ്ടി നോക്കാറുണ്ട്, ചേച്ചിനെ കാണാറില്ല, അച്ഛൻ എപ്പോഴും കാണാറുണ്ട്. കാരണം അച്ഛൻ എപ്പോഴും കൊലയിലുണ്ടാവും. ഞാൻ വേഗം പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോയത് എന്താ അറിയോ, എനിക്കറിയാം ഇവിടെ ഇപ്പോൾ കൈയിട്ടളക്കി എല്ലാം കൊളാക്കുന്നു. അല്ലൂസും തുമ്പിയും എല്ലാവരും നല്ല ഉഷാറാക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേഗം പ്ലേറ്റിൽ മുറിച്ച് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് അത് മുറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അപ്പുറത്താണല്ലോ. ഓക്കെ, അങ്ങനെ എല്ലാവരും പാടെ അത് അച്ഛന് കേക്കൊക്കെ കൊടുത്ത്. ഈ കേക്ക് തീറ്റല്ലേ, തുമ്പീൻ്റെ കേക്ക് തീറ്റ എവിടെ നിന്ന് തുടങ്ങിയാൽ അറിയോ, ഉഷമ്മേൻ്റെ അടുത്ത് നിന്ന്. ആ കാര്യം ഉഷമ്മേൻ്റെ അതേ സ്വഭാവം. തുമ്പി അമ്മ ഭയങ്കര മധുരപ്രിയാണ്, അതുപോലെ തന്നെയാണ് തുമ്പി ഭയങ്കര മധുരപ്രിയാണ്. അങ്ങനെ ചെക്കൻ എന്താ കാണിക്കുന്നത്, സ്റ്റാൻഡ് പിടിച്ച് കറക്കി വീഡിയോ എടുക്കാൻ കേട്ടോ കട്ട. അങ്ങനെ എല്ലാവരും വകയും കേക്കൊക്കെ കഴിച്ച് അച്ഛന് മത്ത് പിടിച്ച് ഉറങ്ങാൻ പോവുമായിരിക്കും ചിലപ്പോൾ ഇന്ന്. അപ്പോൾ ഞാൻ വേഗം കേക്ക് എടുത്ത് മുറിച്ച് വെക്കട്ടെ വെച്ചിട്ട് വേഗം വന്നാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ തുമ്പി അതൊക്കെ അങ്ങനെ ചക്ക കുഴച്ച പരുവത്തിനാക്കി തരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞിട്ട് വേണം വല്യമ്മയ്ക്കും രജുല ചേച്ചിക്കും വല്യച്ഛനും മോക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ചെറിയച്ഛനും ചെറിയമ്മയും മോശമില്ല, ഓർക്കും പോണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ പിരിയുകയാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പം വൈകുന്നേരം ചക്കര വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചക്കര മീൻസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ വീഡിയോസിലൊക്കെ കാണാമല്ലോ, തീർത്ത ചക്കര എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നത്. അത് രജുല ചേച്ചിൻ്റെ മോളാണ് കേട്ടോ. ആക്ച്വലി അവളെ
അവളെന്നെ അമ്മായി എന്ന് വിളിക്കണമെങ്കിലും ഞാൻ അവളെ ചേച്ചി എന്നേ വിളിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പം അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ +2 എത്തിയിട്ടാ. എന്ത് ചെയ്യാനമല്ലയ്യ, കുട്ടികളൊക്കെ വളർന്നു. എനിക്ക് വയസ്സായെന്ന് ഞാൻ പറയില്ല, കുട്ടികളൊക്കെ വളർന്നു. അങ്ങനെ അതാ വല്യച്ഛൻ, ഞാനതാ നേരത്തെ പോവാണ്, നിങ്ങൾ അടുത്ത വണ്ടി വിളിച്ച് വന്നോളൂ എന്നുള്ള മട്ടിൽ വല്യച്ഛൻ അതാ മുന്നിൽ നിൽക്കുന്ന ഒരു വയ്യാലെ പോയി. ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ പോയിട്ടോ. അപ്പോൾ ആ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ അതാ ഷടപടേന്നും പറഞ്ഞങ്ങ് കഴിഞ്ഞ്. പക്ഷേ അങ്ങനെയല്ല, ഞാനാണുള്ളതുകൊണ്ട് ഒച്ചപ്പാടൊക്കെ അവിടെ തന്നെ ഉണ്ട്. എന്നാലും എല്ലാവരും പോയപ്പോൾ എന്തോ പോലെ കേട്ടോ. അങ്ങനെ ഇതാ അവരൊക്കെ ചാച്ചാ ബൈബിയെ പറഞ്ഞ് പോവാണ്. അല്ലോട്ടിന് മുമ്പിൽ കാര്യമായിട്ട് നോക്കണ്ട. അല്ലെങ്കിൽ കുട്ടിക്ക് ഇവിടെ ആരെയും വന്നിട്ട് തിരിച്ചു പോകണവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അവിടെ തന്നെ നിൽക്കുകയാണ്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും പോവാണ് ഗെയ്സ്. ഇനി ഞങ്ങൾ മാത്രം. അശ്വിനിക്ക് ഇപ്പം ഉണ്ടല്ലോ സ്റ്റഡി ലീവാണ് കേട്ടോ. അതുകൊണ്ടാണ് കുട്ടീനെ അധികം വീഡിയോസിലൊന്നും കാണാത്തത്. വല്യമ്മ അവിടെ അല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് അടുക്കള ഡ്യൂട്ടിയും കൂടെ ഉണ്ടേ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചക്കര വന്നിട്ടുണ്ടായിരുന്നു. ഓള് വന്ന് ഓളെ കഥ കേൾക്കാൻ തന്നെ നേരണ്ട. ഓളിങ്ങനെ കുറേ ബ്ലാ 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 പറയും. എല്ലാവരുടെ അടുത്തൊന്നും പറയില്ല. ഒക്കെ കംഫർട്ടാണെന്ന് തോന്നുന്നവരടുത്ത് മാത്രമാണ് ഈ കഥ പറച്ചിലുണ്ടാവുക കേട്ടോ. അതിലൊരാളാണ് ഞാനും. ഓളും കുറേ നിന്ന് വർത്താൻ പറഞ്ഞ് കോളേജിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കുട്ടികളെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇന്നെടുക്കാൻ അവൾ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോൾ ഇതാ എല്ലാം കൂടെ തമ്മരടിഞ്ഞൊരു കട്ടിൽ കിടന്ന് കഥയും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമില്ല, ഇപ്പോൾ കട്ടേൻ്റെ റൂമിലെ TV കിടന്നത് നന്നാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉഷാറാണ് എല്ലാവരും കാണിക്കുന്നത്. മീശമാധവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എല്ലാവരും കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഹേസു അതിലും കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ കാണാൻ ഞങ്ങൾ സമ്മതിക്കല്ലോ കേട്ടോ. പക്ഷെ ഇത് നോക്കുന്നുണ്ടപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയി നോക്കുകയാണ്. അല്ലാതെ അപ്പോൾ കരഞ്ഞ് അലമ്പാക്കുന്ന ഓള് TV കാണുമ്പോൾ കണ്ടില്ലേ നിൽക്കുന്നത്. അതെല്ലാം കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നില്ലേ? കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബേബി, സീ യു, ബൈ.